നമസ്കാരം, കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് രാവിലെ 10 മണി മുതൽ ആരംഭിച്ചു. registration.iffk.in എന്ന ലിങ്കിലൂടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പൊതുവിഭാഗത്തിന് GST ഉൾപ്പെടെ 1180 രൂപയും വിദ്യാർത്ഥികൾക്ക് GST ഉൾപ്പെടെ 590 രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ്. മേളയുടെ മുഖ്യ വേദിയായ ടാഗോർ തിയേറ്ററിൽ സജ്ജീകരിച്ചിട്ടുള്ള ഡെലിഗേറ്റ് സെൽ മുഖേന നേരിട്ടും രജിസ്ട്രേഷൻ നടത്താം. 58,000 കടന്നു കുതിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് കനത്ത ഇടിവ്. പവന് ഒറ്റയടിക്ക് 800 രൂപ കുറഞ്ഞു. ഒരു പവൻ സ്വർണത്തിന്റെ വില 57,600 രൂപയായി. ഗ്രാമിന് 100 രൂപയാണ് കുറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പുതിയ സർവീസ് ആരംഭിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്. ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 7:15 പുറപ്പെടുന്ന വിമാനം 8:05 കൊച്ചിയിൽ എത്തിച്ചേരും. തിരുവനന്തപുരം കൊച്ചി റൂട്ടിൽ ഇന്ത്യയുടെ പ്രതിനിധി സർവീസ് പുറമെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായി വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. ഹാക്ക് ചെയ്യപ്പെടുന്ന ആളുടെ വാട്സാപ്പിൽ നിന്നും ധനസഹായ അഭ്യർത്ഥന നടത്തി പണം തട്ടുകയാണ്. എറണാകുളം ഉൾപ്പെടെ സൈബർ പോലീസിന് 100 കണക്കിന് പരാതികളാണ് ദിവസവും ലഭിക്കുന്നത്. വിരബാധ കുട്ടികളുടെ വളർച്ചയെയും പൊതുവെയുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായതിനാൽ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇന്ത്യയിൽ 1 മുതൽ 14 വയസ്സ് വരെയുള്ള 64% കുട്ടികളിൽ വിരബാധിതയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഇടപെടലുകളാണ് ആരോഗ്യവകുപ്പ് നടത്തിവരുന്നത്. സാങ്കേതിക പരീക്ഷാ കൺട്രോളർ നടത്തുന്ന ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസിന്റെ 2-3 സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനും ടൈം ടേബിളും പ്രസിദ്ധീകരിച്ചു. വിശദ വിവരങ്ങൾക്ക് www.tkerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നവംബർ 25 മുതൽ 29 വരെ തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ആ ഭാഗങ്ങളിലെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.